ശംഖുപുഷ്പം കണ്ടോ? ഇതമ്മ ശംഖുപുഷ്പേ, അതാണ് പറയുന്നത്. ഇത് ശംഖുപുഷ്പാണേ, വെള്ളയില്ല, ഇത് ശംഖുപുഷ്പാണേ അമ്മ, ഇത് ശംഖുപുഷ്പാണ്. നിമ്മിയെ ഇത് ശംഖുപുഷ്പല്ലേ? ഇത് നീല ശംഖുപുഷ്പാണേ, വെള്ളയല്ലേ? ഇതും കൊണ്ട് ചായ വെച്ച് കുടിക്കുക, പുഡിങ് ഉണ്ടാക്കാം. നമുക്ക് ചായ വെച്ച് തരട്ടെ, കുടിക്കോ? പാലൊഴിച്ചിട്ട് വെച്ച് തരട്ടെ അമ്മ. എന്താ ഉറുമ്പ് കണ്ടോ? കട്ടൻ ചായേ? ചായ കുടിച്ചോ? അപ്പോഴേ എന്തായാലും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് വേണ്ടല്ലോ? കുടിക്കില്ലല്ലോ? കുടിച്ചപ്പോ എന്താ ഒന്നും വരില്ല, അത് മരുന്ന് പോലെ തന്നെയാണ്. അമ്മത് കുടിക്കുന്നതാണേ. നമ്മുടെ ഇവിടെ എന്താ ഇതുവരെ ചെയ്തിട്ടേ ഇല്ല കേട്ടോ, ഈ ശംഖുപുഷ്പം കിട്ടാറില്ല. ഇപ്പൊ ഞാനും എന്താ പെങ്ങളും ഇവിടെ അമ്മയുടെ വീട്ടിലേക്ക് പോയതാട്ടോ, മേമ്മയുടെ വീട്ടിലേക്ക്, മാമന്റെ വീട്ടിലേക്കൊക്കെ പോയതാ. അപ്പൊ മാമന്റെ വീടിന് മുമ്പിൽ നിക്കണത്. പക്ഷെ ഇത് നമ്മുടെ ഇവിടെ അമ്പലത്തിൽ അയ്യപ്പൻകാവിന്റെ അടുത്തുണ്ട്. എന്താണ് മകളെ, എന്താണ് നിന്റെ പ്രശ്നം, എന്താണ് സങ്കടം? ഒന്ന് പറഞ്ഞേട്ടോ. അതിന് അവള് ചോറിനിട്ടില്ല എന്ന് ആരെങ്കിലും പറയോ? അതുകൊണ്ട് പിന്നെ ഇനി വൈകുന്നേരം നമുക്ക് കഴിക്കാട്ടോ, ഒന്നിച്ച് കഴിക്കാട്ടോ. അപ്പൊ ഞാനിത് കഴുകിയിട്ട് വരട്ടെ. എന്തായാലും നമ്മുടെ വീട്ടില് ആദ്യമായിട്ടാണ് കേട്ടോ ഈ സംഭവം കിട്ടണത്. അപ്പൊ അതിൻ്റെതായ കുടിച്ചു നോക്കിയാലല്ലേ ഇതിന്റെ രുചി എങ്ങനെയെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതാ അവിടെ ഇരിക്കണേ. ഞാൻ പുഡിങ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പൊ നോക്കുമ്പോ അതിനുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പൊ എന്തായാലും കിട്ടിയതല്ലേ, നമുക്ക് ചായ വെച്ചിട്ട് നമുക്കിന്ന് നോക്കാം. എനിക്ക് വയ്യ. അപ്പൊ അതുപോലെ സതിയേട്ടൻ എവിടേക്കാ പോയി? കണ്ടില്ലടാ, പണി മാറ്റി വന്നു തോന്നണോ? എന്ത് അമ്മ പോയേണോ? അമ്മായിയാണതേ. അതമ്മായിയല്ലേ? അമ്മായി കൊണ്ടുവന്ന പാപ്പയാണതേ. മൊച്ച കൂട്ടി തിന്നണ്ടീ. അച്ചു ഇതേ അവസ്ഥയാണ്. അച്ചു ചായ കുടിക്കാൻ ചെല്ലും, ഇങ്ങനെ ഒരു വലിയാണ്. എന്താ വെള്ളം ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ. ഞങ്ങൾ മേമയുടെ അവിടെ നിന്ന് ചായ കുടിക്കൊക്കെ ചെയ്തു. ഉണ്ണിയപ്പം മഴ ഉണ്ടോ? ഉണ്ട്. നീ കണ്ടില്ലേ, ശംഖുപുഷ്പം ഇട്ട് കൊടുക്കട്ടെ. നീ ഇതിൽ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, ഇത് ഉണക്കി വെക്കാനും പറ്റത്രേ. അമ്മ ഒരു ഗ്ലാസ് അമ്മ വെച്ചിട്ടില്ലേ, എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനേ. എവിടെ തേക്കാനുള്ളതാ? എനിക്ക് വേണ്ട, ഉള്ളത് കൊഴിയാതിരുന്ന മതി. നീ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. ഞങ്ങള് മേമയുടെ അവിടെ പോയി ഇന്ന് നമ്മള് മോരിക്കൂട്ടാൻ വെച്ച്, പയർപ്പേരി ഉണ്ടാക്കി, ചക്കക്കൂട്ടാൻ വെച്ചു, പച്ചടി ഉണ്ടാക്കി, പപ്പടം കാച്ചി. ഇനി വൈകുന്നേരത്ത് എന്താ? വൈകുന്നേരത്ത് ഇനി കുറച്ച് കുട്ടികൾക്കോ? തീരെ ചോറില്ല? ചപ്പാത്തിയെ പൂരി ഉണ്ടാക്കണ്ട്. ഇതാ കണ്ടോ നീ കുടിക്കണം കേട്ടോ. ആ പറ്റില്ല. എന്താണ് ഇത്? ആരോഗ്യത്തിന് നല്ലതത്ര സുകന്യെ. കാർക്കൂന്തല് വളരും, മുഖം ഇങ്ങനെ വെളുത്ത് സുന്ദരിയാവും. എന്താ കിട്ടിനി അടിച്ചു പോകരുത് കേട്ടോ. നിമ്മി ഇവിളേ
ഏത് ഓൺലൈനിൽ ഒരു സാധനം കണ്ടോ അതൊക്കെ വാങ്ങിയിട്ട് മുഖത്ത് തേക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചെടുക്കണതേ ഈ സംഭവമായിട്ടോ. ഇവിടെ വരൂ. പഞ്ചസാര ഇടാൻ പോവാണേ. കാലം അങ്ങനെ വെക്കുമ്പോ അവള് ചോറിട്ടില്ലാന്ന് ആരാ അറിയാ. രാവിലെ പ്രസവിക്കാത്ത എങ്ങനെ നിത്യഗർഭിണിയാണ് നിത്യഗർഭിണി. അല്ല പിന്നെ ഞാൻ എന്നിട്ടില്ലേ ജിമ്മിന് പോയി അല്ല ജിമ്മിന് പോയിട്ട് വന്നിട്ട് അവൾക്ക് എക്സസൈസ് പറഞ്ഞു കൊടുക്കട്ടോ. ഞാൻ 4 മണിക്ക് നീച്ചു പോകുമ്പോ അവളോട് നീക്കാൻ പറയും. കുംഭകർണന്റെ ഉറക്കല്ലേ നീക്കണ്ടേ ആ സമയത്ത്. രാവിലെ തീരുന്നാട്ടം നീച്ചു അതിനിപ്പോ മണിക്കൂർ അതിന് കുറ്റം പറയാലോ. കുട്ടി മുട്ടില്ലേ നീക്കാനിരിക്കണ്ടേ. അതാണ് നിർത്താൻ പറയുന്നത്. നിർത്താട്ടെ. എന്റെ ഫ്രണ്ട്സ് ഒത്ത പറയും എനിക്ക് അമ്മയെ പോലും ഉണ്ടാവില്ല. ഞാൻ വരുമ്പോ തലമുടി പോയിരിക്കും നേരം വരെ അത് പാടിയില്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും കാണാനൊക്കെ കണ്ടോ ഇന്നെ വീഴ്ത്തിപ്പെടുത്തു കണ്ടോ. എന്നിട്ട് എല്ലാരും പറയും സുകന്യ പാവാണ് സുകന്യ പാവാണ്. ഇതിൽ ആരെ ശരിക്കും പാവം? നിമ്മേ ആരെ പാവം? ഉറങ്ങിക്കിടക്കുമ്പോ നോക്കട്ടെ. തമാശക്ക് പറയണേ. ഇതൊക്കെ തമാശയാണേ. ഇതൊക്കെ ആരും ഇതൊന്ന് അയ്യോ പകുതി മുക്കാലും പോയി. കണ്ടോ 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 മണ്ണെണ്ണയുടെ ഒരു കളർ. മണ്ണെണ്ണ പോലെ ഉണ്ടതേ. നേരെ പോവല്ലേ. ഞങ്ങൾ കുടിക്കേ. അമ്മ കുടിക്കമ്മ കുടിച്ചോക്കോ. കാട്ടിയാ മതിയോ? എന്താ പേര് കുടിക്കാന്? മധുരം ഉണ്ടോ? മധുരം കമ്മിയാണ്. ഞാൻ മധുരം തോന്നിട്ടില്ല. ഞാൻ ഇതിലാക്ക് നോക്കിയൊക്കെ കുടിച്ചോക്കും. അല്ലേ അമ്മതാ ശംഖുപുഷ്പത്തിന്റെ കാര്യം പറഞ്ഞ ഒരു പാട്ട് പാടില്ലേ അത് സുകന്യ പാടുന്നുണ്ടോ? നാളെ പുഡിങ് ഉണ്ടാക്കണം. ഇതിന് പിടിച്ചോളി. എന്ത് ചന്താലേ. ചൂടുണ്ടേ. എമ്മിയെ എന്നാ കുടിച്ചോക്ക്. ഇത് ചായ ഇല്ലല്ലോ ഇത് വെറും വെള്ളം. കണ്ടോ നല്ല ചന്തണ്ട് കളറാണ്. മണ്ണെണ്ണ കുടിക്കും. മണ്ണെണ്ണ കുടിച്ചോണ്ടാ പഞ്ചസാര കമ്മിയല്ലേ. ഒരു രുചി അറിയണില്ല. ഒരു മാറ്റമില്ല കേട്ടോ. അല്ലേ ഇത് ഇത്രയേ ഉള്ളൂലേ സംഭവം. നമ്മള് വിചാരിച്ച വേറെന്തൊക്കെയാണ്. എന്നടി പെണ്ണേ അവള് നോക്ക് കൊതിയ പറഞ്ഞാട്ടോ ലാസ്റ്റ്. ഇതിൽ കുറച്ചും കൂടി പഞ്ചസാര ഇടണം. മണ്ണെണ്ണ ഗ്യാസ് ഇറങ്ങിപ്പോയി. പുഡിംഗ് ഒക്കെ ഉണ്ടാക്കിയാലും ഈ ഒരു കളർ തന്നെ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഇത് ദിവസം കുടിക്കുന്നത് നല്ലതാ അത്രയും. ദിവസം കുടിക്കുന്നത് നല്ലതാണ്. ചിലര് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് കുടിക്കും അത്ര കേട്ടോ. ഞാനപ്പോ ഇത് കുടിച്ചെന്തെങ്കിലും സൂക്കട് മാറുകയാണെന്ന് എന്റെ കേടുകൾ മാറുക ഞാൻ കുടിക്കാം. എന്തായാലും കുടിക്കാൻ പറ്റാത്ത ഒരു രുചി വ്യത്യാസമൊന്നുമില്ല. ഒരു രുചി വ്യത്യാസമില്ല കേട്ടോ. ഇതിന് നമുക്കറിയാണ്ടാണ് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമുണ്ടോ. ചിലരിത് ഉണക്കി സൂക്ഷിച്ച് വെക്കുന്നതാണ് അല്ലേ. എന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കി കുടിക്കുന്നതാണ്. ഇതും കൊണ്ട്
എന്താ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ പറ്റൂട്ടോ. അങ്ങനെ നമ്മൾ എന്താണ് സുകന്യ ഒരു ക്രീം ഉണ്ടാക്കേണ്ട കാര്യം പറഞ്ഞതാണേ. അവള് നാളെ ഇനി സുകന്യയുടെ മുടി വളരാനുള്ള എണ്ണ ഉണ്ടാക്കണതിന്റെ വീഡിയോ ആണ് നാളെ. വിളിച്ചു വയ്യ, രാത്രിയാണ് ഉണ്ടാക്കണേ. അമ്മ സംസാരിക്കണില്ല എന്നുള്ള പരാതി അങ്ങോട്ട് മാറി കിട്ടിയില്ല എല്ലാവർക്കും. അതെ, എന്തിനടി ബെഡിന് ഇന്നലെ സുകന്യ മുടി കണ്ടിട്ട് എല്ലാരും ചിരിച്ച് വയറ് കളഞ്ഞു പറഞ്ഞു. വയറൊക്കെ വേദനിക്കാൻ തുടങ്ങിയത് ചിലവര് പറയുന്നത് കമന്റ് ഇട്ടൊക്കെ ഉണ്ട്. സുകന്യയുടെ മുടി വെട്ടിയ പോലെ അല്ലേ? ഞാൻ എന്തായാലും അത് കുടിക്കാണ് കേട്ടോ. ഇനി എത്ര വെച്ചിട്ട് അവിടെ അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോഴേ മതി വിശേഷമൊക്കെ ഇന്നത്തെ വിശേഷം നിർത്തുകയാണ് അല്ലേ? നിർത്തണ്ടേ? അവൾ അതിന്റെ ഉള്ളിക്ക് നോക്കണം. വാണെങ്കിൽ അങ്ങ് കുടിച്ചാ പോരല്ലേ? പിന്നെ അതിന്റെ ഉള്ളിക്ക് ഇങ്ങനെ നോക്കണം. അതാ ബേക്കറിയുടെ മുള്ളിക്ക് വെള്ളാക്കി. വാണെങ്കിൽ അത് കുടിച്ചോ. ഇനി കൊതിയപ്പെട്ടിടയ്ക്ക് വയറ് വേദിക്കാൻ വയ്യ. ഗ്ലാസ്സിലേക്ക് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും ഇതും കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഒന്നും കൂടി നമ്മൾ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഒന്നുമില്ല, നാളെ ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കട്ടെ. കണ്ടോ എന്താ അത്? കളറിനൊക്കെയൊക്കെ എന്ത് രസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ പണികളുണ്ട് കേട്ടോ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെ പറയാ, ഞങ്ങള് 2 മണിയൊക്കെ ആകുമ്പോ പോയിട്ടാ. 2 മണിക്ക് പോയിട്ട് ഞങ്ങൾ വന്ന സമയം എന്താ, ചായ കുടിച്ച് ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് വന്നത്. അപ്പൊ ഇനി ഞങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ബാക്കിയുള്ള പറഞ്ഞാൽ അടിക്കൽ തുടങ്ങൽ, പാത്രം കഴുകൽ, ഇതൊക്കെ തന്നെയാണ് ഇനിയുള്ള പണികൾ കേട്ടോ. അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.